ദൈവാധീനം ഇല്ലാണ്ട് നമ്മുടെ എന്താ പറയാ മുജ്ജന്മത്തിലുള്ള പ്രശ്നങ്ങളായിട്ട് ദൈവാധീനം ഇല്ലാണ്ടാവാം. പിന്നെ നമ്മുടെ കർമ്മബലം കൊണ്ട് ദൈവാധീനം ഇല്ലാണ്ടാവാം. ആ രീതിയിലാണ് ദൈവാധീനം ഇല്ലാണ്ടാവുന്നത്. ഈ സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആ കാരണം കൊണ്ടുണ്ടാവുന്നതാണ്. അത് നമുക്ക് സാധാരണ ആൾക്കാർക്ക് പെട്ടെന്ന് അറിയാനായിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് ദുരിതങ്ങൾ വരാം. ദൈവാധീനം ഇല്ലാന്ന് എങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതിന് മക്കൾക്ക് ദുരിതങ്ങൾ വരാം, അസുഖങ്ങൾ വരാം, അതുമാതിരി സോറിയാസിസ് അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം. പിന്നെ പണം വരുന്നുണ്ട്, പക്ഷെ ചെലവ് അതിന്റെ ഇരട്ടി ചെലവ് കാര്യങ്ങളായിട്ട് വരാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവാധീനം ഇല്ല എന്ന് പറയുന്നത്. എന്താണ് അതിന് ചെയ്യാൻ പറ്റുക നമുക്ക്? അതിനിപ്പോ നമ്മൾ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കേണ്ടത് നമ്മുടെ ധർമ്മദൈവത്തിനാണ്. നമ്മുടെ തറവാട്ടമ്പലത്തിൽ പോയിട്ട് അതിനുള്ള എന്താ പ്രീതിപ്പെടുത്താം. അതിനുശേഷം ചെയ്യുന്നത് നിങ്ങൾ വായുവും ഗുരുവിനും കൂടിയിട്ടാണ് ഗുരുവായൂർ ഇത് ചെയ്തേക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മൊരു കിഴിപ്പണം, അതായത് നമ്മൊരു പിടിപ്പണം എടുത്തിട്ട് ഒരു മഞ്ഞപ്പെട്ടിൽ കെട്ടി അവിടെ സമർപ്പിക്കുക. അതിനുശേഷം നമ്മുടെ അമ്പലത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുരുതി കാര്യങ്ങളൊക്കെ ചെയ്താൽ പെട്ടെന്ന് പ്രസാദിക്കാനും പെട്ടെന്ന് നമ്മുടെ ദൈവാധീനം ആക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മുടെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നടക്കാനും സ്മൂത്ത് ആയിട്ട് ഈ പറഞ്ഞ പോലെ അസുഖങ്ങൾ കാര്യങ്ങളൊക്കെ മാറാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായകരമായിട്ട് വരും.